പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടപ്പാൾ. നിളയോര പാതയിൽ വൈദ്യുതി അലങ്കാരത്തിനും നവീകരണത്തിനും കൗൺസിൽ ടെൻഡർ അംഗീകാരം. 25 അജണ്ടകളായിരുന്നു യോഗത്തിൽ ചർച്ചയ്ക്കായി വന്നത്. പ്രധാനമായും പൊതുമരാമത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അജണ്ടകളായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ പൊന്നാനി നഗരസഭയിൽ നടപ്പാക്കുന്ന പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് അംഗീകാരം ലഭിച്ചു. ഓരോ വാർഡുകളിൽ നിന്നും വാർഡ് സഭകൾ ചേർന്ന് തീരുമാനമെടുത്ത പ്രവർത്തനങ്ങൾക്കാണ് കൗൺസിൽ യോഗത്തിൽ അംഗീകാരമായത്. വികസന സെമിനാറിൽ എടുത്ത തീരുമാനങ്ങൾക്കും കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. നിളയോര പാർക്ക്, വയോജന പാർക്ക്, പുഴമുറ്റം കുട്ടികൾക്കുള്ള പ്രത്യേക പാർക്ക് തുടങ്ങിയ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾക്കുള്ള അംഗീകാരവും യോഗത്തിൽ നൽകി. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്, കൗൺസിലർമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. നിളയോരപ്പാത സുരക്ഷിത നഗരം പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതി വിളക്കുകളും മറ്റു അനുബന്ധ പ്രവർത്തികളും നിർവഹിക്കുന്നതിന് വേണ്ടി താൽപര്യപത്രം സമർപ്പിച്ച ഷീന ആർട്സ് എന്ന സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകിയുള്ള അംഗീകാരവും കൗൺസിൽ യോഗത്തിൽ നൽകി. പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ ഒരു യോഗം ഇന്ന് ചേരുകയുണ്ടായി. ഈ കൗൺസിൽ യോഗം പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നാനി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നടക്കുന്ന പൊതുമരാമത്ത് പ്രവൃത്തികൾ, അതുപോലെ തന്നെ നമ്മുടെ പുതിയ നിളയോര പാതയോട് ചേർന്നുള്ള പാർക്ക്, വയോജന പാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ പുഴയോര പാർക്ക്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പുഴയോര പുഴമുറ്റം പാർക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ കേന്ദ്രങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ സജ്ജീകരിക്കുന്നതിന് കൊട്ടേഷൻ്റെ അനുസരിച്ച് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കൊട്ടേഷനുകൾ അംഗീകരിക്കുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2024-25 വാർഷിക പദ്ധതി പ്രകാരം കഴിഞ്ഞ ദിവസം സെമിനാറിൽ അംഗീകരിച്ച പദ്ധതി പ്രകാരം ഇന്ന് കൗൺസിൽ 2024-25 വാർഷിക പദ്ധതി പ്രകാരമുള്ള പദ്ധതി രേഖ അംഗീകരിക്കുകയും DPCക്ക് സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.